ശ്രീ എം കെ ഹരിദാസ്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്ത് അതുപോലെ പൊട്ടിക്കൽ, ഇതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കാം. അതിന് ഒരുപക്ഷെ ശശി അൻവറിൻ്റെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ള ആക്ഷേപം ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ ഒരു പശ്ചാത്തലം. പക്ഷേ എങ്കിലും ഈ വിഷയം ഇപ്പം നോക്കൂ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ അധികാര വർഗം മൊത്തം ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്തുകാരോടൊപ്പം അതുപോലെ ഈ പൊട്ടിക്കൽ സംഘത്തോടൊപ്പം കൊലപാതകികളോടൊപ്പം ഒക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം എന്ത് പറഞ്ഞാലും ഇപ്പം അൻവറും ആവശ്യപ്പെടുന്നത് എന്താ? സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം അന്വേഷിക്കട്ടെ എന്നുള്ളത്. അൻവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൻവറും പിടിക്കപ്പെടുമല്ലോ, അല്ലേ? പക്ഷേ അൻവറിന് ആത്മവിശ്വാസം, അൻവറിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഈ പറഞ്ഞ പിണറായി അടക്കം അകത്ത് പോകും എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു പക്ഷേ ഈ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. ഇത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ശശിയെ ചാരിയിട്ടും അജിത് കുമാറിനെ ചാരിയിട്ടുമാണ് അൻവർ തുടങ്ങിയതെങ്കിലും ഇപ്പൊ കൃത്യമായിട്ട് ഇവരെ രണ്ടുപേരും ചാരിയിട്ട് മുഖ്യമന്ത്രിക്ക് നേരെയാണ് അൻവറിന്റെ പടപ്പുറപ്പാട് എന്നുള്ളത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഏകദേശം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് കുറേയും കൂടി കാര്യങ്ങൾ അറിയാം. ശ്രീ ബലദേവ് ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം വളരെ തമാശ രൂപേണ പറഞ്ഞത് ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞുകൊണ്ടിരുന്നത് വ്യക്തമായിട്ട് പറഞ്ഞപ്പോ ശ്രീ ബലദേവ്, ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് പറയുന്നത് പ്രതിപക്ഷം ഇവിടുത്തെ ദുർബലമായപ്പോ ഇവിടെ കേന്ദ്രം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാത്തതിനെ പറ്റിയിട്ട് രണ്ടുപേര് വിശദമായിട്ട് സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഒരു ദുർബലമായ പ്രതിപക്ഷമുണ്ട്. ഈ അൻവറിന്റെ റോള് എന്നോ അവരെ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഈ സ്വർണം പൊട്ടിക്കലിന്റെ കാര്യത്തിലായാലും ഈ അജിത് കുമാറിന്റെ ഈ ഭൂമി ഇടപാടായാലും ഭൂമി വാങ്ങലായാലും ഈ കൊട്ടാര തുല്യമായ ഒരു കെട്ടിടം അദ്ദേഹം ഈ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന്റെ താഴെ പണിയുന്ന കാര്യമായാലും നമ്മുടെ പ്രതിപക്ഷം ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളത് കൂടി അൻവറിനെ അസ്വസ്ഥനാക്കുന്നുണ്ടായി യിരിക്കാം ഒരുപക്ഷെ. അപ്പോ അൻവർ തുടങ്ങി വെച്ചത് ശ്രീ ബലദേവ് ശശിയെയും ADGPയെയും ചാരിക്കൊണ്ട് സ്വയം അവരിലേക്ക് കുറ്റാരോപണം നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പൊ ഇന്ന് അത് ക്ലിയറായി, അതായത് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ്. ശ്രീ അനിൽ നമ്പ്യാർ, ഞാനിപ്പോ ഇന്ന് ശ്രീ പത്മനാഭൻ പറഞ്ഞു അദ്ദേഹം മലപ്പുറത്തെ കുറെ BJPക്കാരോട് സംസാരിച്ചു എന്ന്. പഴയൊരു സഖാവായ എനിക്ക് മലപ്പുറത്തൊക്കെ കുറച്ച് സഖാക്കളൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ളപ്പോ അവര് പറയുന്ന കഥ മറ്റൊന്നാണ്. ഇദ്ദേഹത്തിന് അങ്ങേയറ്റം മോഹഭംഗം ഉണ്ടായിട്ടുള്ളതിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഈ ചൊറിച്ചില് എന്നാണ് അവർ പറയുന്നത്. അതിൽ പ്രധാനം ശ്രീ ഹരിദാസ്, ഇദ്ദേഹത്തിന് നിലമ്പൂരിലുള്ള പാർട്ടി സഖാക്കന്മാരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടാവും. അതിനുപരിയായിട്ട് ഈ പാർട്ടിയുടെ തലപ്പത്തുള്ള ചിലരുടെ പിന്തുണ കൂടി സഹായം കൂടി അൻവറിന് ലഭിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ദുബായിൽ ഇവരൊക്കെ ഒത്തുകൂടി കേക്ക് മുറിച്ച കാര്യമൊക്കെ പല ഓൺലൈൻ മാധ്യമങ്ങളിലും വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. CPM സംസ്ഥാന സമിതിയിൽ അടക്കമുള്ള നേതാക്കന്മാരുടെ കൃത്യമായിട്ടുള്ള സഹായം സഹകരണം അൻവറിന് ലഭിക്കുന്നത്. ഇതൊരു ഒറ്റയാൾ പട്ടാളം, അൻവറിനെ ഒരു ഒറ്റയാൾ പട്ടാളമായി മാത്രം ഒതുക്കാൻ പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇല്ല, ഒരിക്കലും. അത് തീർച്ചയായിട്ടും അങ്ങനെ അതിനെ കാണുന്നുവെങ്കിൽ നമ്മൾ ഈ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കാനൊന്നും എനിക്കൊന്നും ഒരു അർഹതയുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അൻവറിന്റെ പിന്നിലെ പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതയെ അങ്ങേയറ്റം എതിർക്കുന്ന വലിയൊരു വിഭാഗം മുഖ്യമന്ത്രിക്ക് പിന്നിൽ, ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രധാന വിഗ്രഹത്തിന് പിന്നിൽ ഒരു ഒരു നെയ്മല രൂപം കൊണ്ടിട്ടുണ്ട്. ഈ അതാത് നെയ്യ്, പക്ഷെ അത് ഒരിക്കലും ഉരുകുന്നില്ല, താഴത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ മാതിരി സ്വന്തം പ്രതിച്ഛായയ്ക്ക് പിന്നിൽ ഉരുണ്ടുകൂടുന്ന ശത്രുക്കളുടെ എണ്ണവും ആ ശത്രുക്കളുടെ പടയൊരുക്കവും മുഖ്യമന്ത്രി അറിയാതെ പോയി എന്നുള്ളതാണ് അൻവറിന്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ
പട, ആ അത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി രൂപം കൊണ്ട വലിയ ഒരു ശക്തി അൻവറിന്റെ പിന്നിൽ നിന്നുകൊണ്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ അത് മുഴുവിപ്പിച്ചില്ല. അപ്പൊ എനിക്ക് മലപ്പുറത്തെ നിന്ന് കിട്ടിയ വിവരം എന്താ വെച്ചാൽ, ആദ്യത്തെ ടേമില് ഇദ്ദേഹം മന്ത്രിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം MLA ആയപ്പോ, രണ്ടാമത്തെ പ്രാവശ്യം MLA ആയപ്പോ ഈ 2.5 കൊല്ലം ടേം ഒക്കെ ഇത്തരത്തിലുള്ള ഈ ഒറ്റപ്പെട്ട MLA മാർക്കൊക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹവും ഒരു മന്ത്രിസ്ഥാനം മോഹിച്ചിരുന്നു എന്നുള്ളത് വളരെ വാസ്തവകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ലഭിക്കാതെ പോയ നിരാശയിൽ നിന്ന് ആദ്യത്തെ 2.5 വർഷം ഈ മന്ത്രിസഭ ആദ്യത്തെ 2.5 വർഷം പൂർത്തീകരിച്ച ശേഷം ഇദ്ദേഹത്തിന് അത് കിട്ടില്ലെന്ന് ഉറപ്പായതിനു ശേഷമാണ് അദ്ദേഹം ഇവർക്കെതിരായിട്ടുള്ള, മുഖ്യമന്ത്രിക്കും ശശിക്കും ADGPക്കും ഒക്കെ എതിരായിട്ടുള്ള തെളിവുകൾ സംഭരിക്കുകയും അത് ഈ കൃത്യമായ ഒരു സമയം നോക്കി പുറത്തേക്കെടുത്ത്, എനിക്ക് അധികാരമോഹമുള്ള വ്യക്തിയല്ല ഞാൻ കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയിൽ ആണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ശ്രീ അനിൽ നമ്പ്യാർ, രാഷ്ട്രീയം പറയുമ്പോൾ ഇനി അദ്ദേഹത്തിന് CPM, അദ്ദേഹം നല്ല കുട്ടിയായി നിന്നാലും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു സ്വതന്ത്ര MLAക്ക് മൂന്നാമതൊരു ചാൻസ് അദ്ദേഹത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിട്ടിയാലും അൻവർ ജയിക്കില്ല എന്നുള്ളത് അൻവറിനും അറിയാം. അപ്പൊ മൂന്നാമതൊരു ചാൻസിൽ എനിക്ക് MLA ആയിട്ട് ഇനി പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ കയറുകയാണെങ്കിലും എനിക്കൊരു മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടാത്ത മോഹഭംഗവും, ആ മോഹഭംഗത്തോടൊപ്പം CPM-ലെ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം, ഗോപി കോട്ടമുറിക്കലിന്റെ റൂമിന് CPM ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോ ഒളി ക്യാമറ വെച്ചത് ഞാനോ ശ്രീ അനിൽ നമ്പ്യാരൊന്നുമല്ല, ഈ CPM-ന്റെ പ്രവർത്തകരാണെന്നുള്ളത് ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഈ PK ശശിയുടെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് നമ്മളാരുമല്ല, ഇവരുടെ പാർട്ടിയുടെ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഈ പാർട്ടിക്കെതിരായിട്ട്, പാർട്ടിയുടെ ദുശ്ചെയ്തികൾക്കെതിരായിട്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ലോബി പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരായിട്ട് ഒന്നിച്ച് കൈകോർത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ശക്തി ശ്രീ എന്നൊന്നും പറയാനില്ല, PV അൻവറിന്റെ പിന്നിൽ ഉണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ്. അതിപ്പോ ഈ ഇടത് സഖാക്കൾ എന്ന പേരിൽ ഈ സൈബർ സഖാക്കളായി രൂപം കൊണ്ടവരുടെ പിന്നിലും വലിയൊരു വിഭാഗം, വലിയ നേതാക്കള്, ഒന്നാം നിര നേതാക്കൾ പോലും PV അൻവറിന്റെ പിന്നിലുണ്ട്. അവർ പക്ഷെ ഒരു കാര്യമുണ്ട്, അതില് PV അൻവർ മനസ്സിലാക്കുന്നില്ല, ഒരു റിമോട്ട് കൺട്രോളിന്റെ മുകളിലാണ് ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയെ കുറിച്ചിട്ട് അൻവറിനൊരു ചുക്കും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഒരു സന്ദർഭം വന്നാൽ ഈ കോർത്ത് പിടിച്ച കൈകളൊക്കെ വേർപെട്ടിട്ട് അൻവർ ഒറ്റപ്പെടുമെന്ന് അൻവറിന് ഏകദേശം ബോധ്യപ്പെട്ട സ്ഥിതിയിലാണ് അൻവർ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിനായിട്ട് മുമ്പ് ഒരു കാര്യം പറയാണ്, ഇനിയുള്ള അൻവർ പാർട്ടി വളരെയധികം പേടിക്കണം. കാരണം ഞാനും ശ്രീ അനിൽ നമ്പ്യാരും ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവരും വിളിച്ചു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുടെ സത്യസ്ഥിതികളാണ് പിന്നീട് പുറത്തു വരാനുള്ളത്. കാരണം അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഭരണത്തിനെതിരെ, ഈ പോലീസ് നയത്തിനെതിരെ, ഈ നിഷ്ക്രിയമായ കേരളത്തിലെ പോലീസിന്റെ ഭരണ സംവിധാനത്തിനെതിരെ പറയുന്നവരെല്ലാം ഇടതുവിരുദ്ധരായി മുദ്ര കുത്തിക്കൊണ്ട് അവരെ ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇവിടുത്തെ ന്യായീകരണ തൊഴിലാളികൾ അറിയുക, ഞങ്ങൾ പറഞ്ഞതും ആ പറഞ്ഞതിനുള്ള തെളിവുകളുമായിട്ടായിരിക്കും ഇനി അൻവർ പ്രത്യക്ഷപ്പെടുക. ആ പ്രത്യക്ഷപ്പെടലിൽ അൻവർ വിളിച്ചു പറയുന്ന ആ കൊടുങ്കാറ്റിൽ ഇളകാൻ പോകുന്നത് CPM എന്ന് പറയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ നെഞ്ചേറ്റിയ ഒരു പ്രസ്ഥാനത്തിന്റെ അടിത്തറയാണ് എന്നുകൂടി ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ന്യായീകരണ തൊഴിലാളികളായി വരുന്നവര് മനസ്സിലാക്കുന്നു. യെസ്.